പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ പുരുഷന്മാർക്കൊരു പ്രശ്നം ഉണ്ടായാലേ അത് അവരൊരിക്കലും ആരോടും തുറന്നു പറയത്തില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് അവരുടെ സുഹൃത്തുക്കളോ അല്ലെ അതുപോലുള്ള അടുപ്പമുള്ള ബന്ധുക്കളോ ആരെങ്കിലും എന്താണ് മോനൊപ്പം പാടിയിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ഒരിക്കലും തുറന്നു പറയത്തില്ല. നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അവരത് തുറന്നു പറയത്തില്ല. അപ്പോൾ അവരോട് എപ്പോഴും നമ്മൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് അവരെ വിഷമിക്കുന്നതിലും നല്ലത് അവരോട് മിണ്ടാതിരിക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അവരെപ്പോഴെങ്കിലും ആ ഒരു വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് തുറന്നു പറയും. അതേസമയം സ്ത്രീകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് അവരുടെ അടുപ്പമുള്ള ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് അവർ ആ വിഷമത്തെ ഒഴിവാക്കാൻ നോക്കും. പക്ഷേ നമ്മൾ എത്ര തുറന്നു പറഞ്ഞാലും നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ തന്നെ വേണം അതിനെ എടുത്തു കളയാൻ. നമ്മൾ എത്ര പേരോട് തുറന്നു പറഞ്ഞാലും ആ വിഷമങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. പിന്നെ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ വേണം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. പിന്നെ ഓരോ പ്രശ്നം വിഷമങ്ങൾ വരുമ്പം നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ഓരോന്ന് പറഞ്ഞു പോരും. അപ്പോൾ ആൾക്കാർ പറയും, അയ്യോ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയും. പക്ഷേ നമ്മൾ ആ അവർക്കുണ്ടായ വിഷമത്തിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞേ എന്ന് മനസ്സിലാക്കുന്നില്ല. അവർക്കുണ്ടാകുന്ന സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ അവരെക്കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുന്നത്. അത് അവരുടെ കുറ്റമല്ല. പിന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ളവർ അല്ലെ എപ്പോഴും അവരെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കേട്ടാൽ പോലും പെട്ടെന്ന് ദേഷ്യം വരികയും അവർ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു. അതും അവരുടെ കുറ്റമല്ല. അത് അവരെ എപ്പോഴും ഒറ്റപ്പെടുത്തുകയും അവരെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും അവരല്പം പോലും സ്നേഹം ആരിൽ നിന്നും കിട്ടാത്തവരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിപ്പോവും. അതിനിപ്പോൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും അവർക്ക് കുറച്ചുകൂടെ കരുതൽ കൊടുക്കുകയും ഒക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ജീവിക്കാനാണ്? അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂടെ കൂട്ടുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടുന്നത്. അല്ലാതെ സ്നേഹം കിട്ടി ഇഷ്ടംപോലെ എല്ലാ സൗഹൃദങ്ങളിലും കൂടി സ്നേഹം കിട്ടി എല്ലാ പരിഗണനയിലും നിൽക്കുന്നവരെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടുന്നത്. സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും അവരോട് കൂടെ നിൽക്കുകയും ചെയ്യണം. അതാണ് ദൈവത്തിന് പോലും ഇഷ്ടം. അല്ലാതെ സ്നേഹവും വിഷമവും ഉണ്ട്, അവർക്കെപ്പോഴും വിഷമമാണ് എന്നും പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ആ വിഷമം ഉണ്ടായത്, അത് എങ്ങനെയാണ് ആ വിഷമം ഉണ്ടായത് എന്ന് ചിന്തിച്ച് അവരെ മനസ്സിലാക്കി അവരെ അടുത്ത് നിർത്തുക.